ഈ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ഒരു ക്രിയേഷൻ, അതായത് ഒരു ജന്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പാമ്പാണ്, സിംഹമാണ്. ഒരിക്കലുമല്ല, അത് ഫേക്ക് ഫ്രണ്ട്സ് തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ ട്രൂ ഫ്രണ്ട്സ് ആണോ അതോ ഫേക്ക് ഫ്രണ്ട്സ് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മാനസിക നിലയും തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ടിന് സാധിക്കും. എല്ലാവർക്കും ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്കുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും? നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണും, പക്ഷേ അവരിൽ ട്രൂ ഫ്രണ്ട്സിനെയും ഫേക്ക് ഫ്രണ്ട്സിനെയും തിരിച്ചറിയാൻ ചിലപ്പോൾ നമുക്ക് തന്നെ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ഈ ഫേക്ക് ഫ്രണ്ട്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു 5-6 പോയിന്റ്സ് ഞാൻ ഇവിടെ പറയാം. ഫസ്റ്റ്, എപ്പോഴും കോൺടാക്ട്സ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. അതായത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും എനിക്ക് ആ സമയത്ത് അവർ ഈവൻ ബിസി ആണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ബിസി ആണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ തിരക്ക് മാറുന്ന സമയത്ത് നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയും നമ്മളെ വിളിച്ച് എന്താണ് പ്രശ്നങ്ങൾ എന്ന് നമ്മളോട് അന്വേഷിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. പക്ഷെ ചില കൂട്ടുകാരുണ്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ തന്നെയും ഈവൻ അവർ ബിസി അല്ലെങ്കിൽ പോലും റിപ്ലൈ അങ്ങനെയുള്ള ഒരു ഒറ്റ സെന്റൻസിൽ മറ്റും ഒതുക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ സംടൈംസ് നമുക്ക് റിപ്ലൈ കിട്ടാറില്ല. പിന്നെ നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കും നീ എന്താണ് റിപ്ലൈ തരാൻ? മേ ബി ഒരു 2-3 ഡേയ്സ് പിന്നിട്ട ശേഷമായിരിക്കും നമ്മൾ അവരെ കാണുന്നത്. ആ സമയത്ത് പോലും നമ്മൾ അയച്ച ഒരു മെസ്സേജ് നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അവർ പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, ഇങ്ങോട്ട് കോൺടാക്ട് ഇനിഷ്യേറ്റീവ് ചെയ്യും. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് തന്നെ നെഗറ്റീവായിട്ട് പറയുക. ഇത് നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ പോരായ്മകൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നവരുണ്ട്. ആ കൂട്ടരെ ഈ കൂട്ടത്തിൽ പെടുത്തരുത്. ചില ആൾക്കാരുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മുടെ നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാൽ പോലും അവരുടെ കണ്ണിൽ അത് വളരെ മോശമായിട്ട് അവർക്ക് തോന്നത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എൻ്റെ ഒരു സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ, ആ കൂട്ടം ആൾക്കാരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ നല്ലൊരു കോമഡി പറയുകയാണ്. കോമഡി പറയുമ്പോൾ അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ കോമഡി കേട്ടിട്ട് ആ കൂട്ടത്തിലുള്ള എത്ര പേർ ചിരിക്കുന്നുണ്ടായിരിക്കും? കുറേ പേര് ചിരിക്കുന്നുണ്ടായിരിക്കും. ആ ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോട് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ എത്ര നല്ല കോമഡി പറഞ്ഞാലും ചിരിക്കും. നമുക്ക് അവരോട് ഒരു ദേഷ്യമോ മനസ്സിലൊരു വെറുപ്പോ ഉണ്ടെങ്കിൽ അവർ എത്ര നന്നായിട്ടൊരു കോമഡി പറഞ്ഞാൽ പോലും നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല. നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഭാവം നമുക്ക് ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ നിങ്ങളോട് അമിതമായിട്ട് പൊട്ടിത്തെറിക്കുകയും ദേഷ്യം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഈ വ്യക്തികൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർ വളരെ സൗമ്യതയോടെയും വളരെ നൈസായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു സെയിം സംഭവം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ അമിതമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുക ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും നിങ്ങൾ അവർക്ക് ഒരു ഔട്ട്സൈഡർ ആണെന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അധികകാലം നീണ്ടു പോവില്ല. അത് പകുതി വഴി നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. ചില ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു സൈക്കോളജിക്കലി ഒരു സപ്പോർട്ട് ആയിരിക്കാം. അവരിൽ നിന്ന് നല്ല വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ തുറന്ന് പറയുക. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഈ അടുത്തിടെയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആ വ്യക്തിയോട് ചെന്നിട്ട് എൻ്റെ പ്രശ്നം ഈ പറഞ്ഞപ്പോൾ വ്യക്തി വളരെ ഒരു എന്താ പറയേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ആ പ്രശ്നം അറിയാൻ പുള്ളിക്കാരിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അവരത് എന്താണ് അങ്ങനെയാണോ എന്ന് കേട്ടിരുന്നതല്ലാതെ ആ പ്രശ്നം പറഞ്ഞതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സൈക്കോളജിക്കലി ഒരു വാക്കുകൾ കൊണ്ടുള്ള അതായത് ഒരു ആശ്വാസ വാക്ക് പോലും എനിക്ക് അവരിൽ നിന്ന് കിട്ടിയില്ല. അതിനർത്ഥം അവർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങും നിൽക്കില്ല. അതുപോലെ തന്നെ നിങ്ങളെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും അവർക്ക് സമയമില്ല. പക്ഷെ അവർക്ക് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അവർ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നതും ഏതറ്റം വരെയും പോകുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വ്യക്തികളോട് എന്ത് കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഈ ഫേക്ക് ഫ്രണ്ട്സിനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വശങ്ങൾ പറഞ്ഞു തരാതിരിക്കുക എന്നതും അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിൻ ചെയ്യുന്നത് എങ്ങും നിങ്ങൾ ജയിക്കുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷെ അതവർ പുറമേ കാണിക്കില്ല. പക്ഷെ ഉള്ളുകൊണ്ട് വളരെ അധികം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും നിങ്ങളോട് അവർ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ജലസി എപ്പോഴും ഉണ്ടാകാം. ഫ്രണ്ട്സ് എന്ന് പറയുകയും മനസ്സിനുള്ളിൽ ഒരു കള്ളത്തരം നിങ്ങളോട് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വിട്ട് പറയുകയില്ല. അവരുടെ കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ട് ആയിരിക്കും. ഒരു പക്ഷേ അത് നടന്നതിന് ശേഷം മാത്രമായിരിക്കും അത് മറ്റുള്ളവർ പറഞ്ഞായിരിക്കും നിങ്ങൾ അറിയുന്നത്. നിങ്ങൾ അത്രയും കാലം ട്രൂ ഫ്രണ്ട് ആണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ച വ്യക്തി നിങ്ങളോട് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളോട് അറ്റ് ലാസ്റ്റ് മൊമെന്റ് വരെ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നിങ്ങളോട് സൗഹൃദം തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുകയും അത് ചോദിച്ചറിയുകയും ചെയ്യും. ഈവൻ നിങ്ങൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും അവർ ചോദിച്ചറിയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തി എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കുറച്ച് അടുത്താൽ തന്നെ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് ഷെയർ ചെയ്യും. അങ്ങനെ എനിക്ക് ധാരാളം പണി കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഈ വ്യക്തിയോട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമായിരുന്നു. ഈവൻ